ദില്ലി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. തെളിവുകൾ അടങ്ങുന്ന റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിന്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് ശർമ്മയ്ക്കെതിരെ കുരുക്ക് മുറുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് പറയുന്നത് വലിയ തെളിവുകൾ തന്നെയാണ്. അതായത് വീടിനുള്ളിൽ കത്തി നശിച്ച നിലയിലുള്ള പണത്തിൻ്റെ ചിത്രങ്ങൾ സഹിതമാണ് സുപ്രീം കോടതി റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് ഈ യശ്വന്ത് ശർമ്മയെ മാറ്റി നിർത്തണം എന്ന നിലയിലേക്ക് സുപ്രീം കോടതി കാര്യങ്ങൾ എത്തുന്നു. എന്താണ് സംഭവിക്കുന്നത് അവിടെ? വിനിഷ, കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദില്ലി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിക്ക് കൈമാറിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ തെളിവുകൾ അടക്കമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുറത്തുവിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ നോട്ടുകൾ പിടിച്ചെടുത്തത് അല്ലെങ്കിൽ കോടിക്കണക്കിന് പണം കണ്ടെത്തിയ ദിവസത്തെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതിൽ നോട്ടുകളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച വലിയ ഒരു അന്വേഷണം നടത്തണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ദില്ലി ചീഫ് ജസ്റ്റിസിന് റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായി നടത്തേണ്ടത് ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദുരൂഹതയെല്ലാം നീക്കിക്കൊണ്ട് ഒരു നീതിയുക്തമായ അന്വേഷണം ഇതിൽ നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൃത്യമായ തെളിവുകൾ ഇതിനോടൊപ്പം ഉണ്ട്. ചിത്രങ്ങളടക്കം പുറത്തേക്ക് വരുമ്പോൾ വലിയ ദുരൂഹതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, മറ്റ് സാമ്പത്തിക കേസുകളുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകളും റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചും, അതായത് മുൻകാല സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചും ഒരു അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം തന്നെയാണ്. അതേസമയം യശ്വന്ത് ശർമ്മ ഈ വിഷയങ്ങളെ എല്ലാം തള്ളിക്കൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. തനിക്കെതിരെ ഒരു കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം എന്നുള്ള ആരോപണവുമായി അദ്ദേഹം മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ പണം കണ്ടെത്തുന്നത് അഗ്നിശമന സേനയാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ഈ സ്റ്റോർ റൂമിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് അവിടെ എത്തുന്നത്. അതിനു പിന്നാലെ ഈ സ്റ്റോർ റൂമിൽ നിന്നുമാണ് പണം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. എന്നാൽ ഈ പണത്തിൻ്റെ കൃത്യമായ അളവ്, എണ്ണം എത്രയാണ്, എത്ര രൂപയാണ് കണ്ടെത്തിയത്, അതോടൊപ്പം തന്നെ ഇത് എവിടെ നിന്ന് വന്ന് ഇതിൻ്റെ സോഴ്സ് ഒന്നും തന്നെയും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയം സംബന്ധിച്ച എല്ലാ ആരോപണങ്ങളെയും പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് യശ്വന്ത് ശർമ്മ രംഗത്ത് വരുന്നത്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം അതോടൊപ്പം തന്നെ പ്രാഥമികമായി ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ദില്ലി ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒക്കെ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിക്ക് കൈമാറിയത്. ആ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ എങ്ങനെയാണ് ഇത്രയും പണം വരുന്നത്? യശ്വന്ത് ശർമ്മ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തങ്ങൾ ഇത്തരത്തിൽ പണമൊന്നും സ്റ്റോർ റൂമിൽ വെക്കേണ്ടതില്ല, സ്റ്റോർ റൂമിൽ അത്തരം പണം സൂക്ഷിക്കാറില്ല. മാത്രമല്ല, അവിടെ എല്ലാവർക്കും കയറി ഇറങ്ങാൻ സൗകര്യപ്പെടുന്ന ഒരു റൂമാണ് ആ സ്റ്റോർ റൂം. അത്തരത്തിലാണ് ആ റൂം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും അവിടെ കാശ് എത്തിയത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ അന്വേഷണം വരണം. മാത്രമല്ല, ഈ അഗ്നിശമന സേന അവിടെ എത്തിയതിന് ശേഷം തങ്ങളോട് ഈ കാശുള്ളതായി ഒന്നും പറഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെയും അത്തരത്തിൽ അന്വേഷണം കഴിഞ്ഞ് അല്ലെങ്കിൽ അഗ്നിശമന സേന എത്തിയതിനു ശേഷം അവർ സ്റ്റോർ റൂമിലേക്ക് പോകുമ്പോൾ അത്തരത്തിൽ ഈ നോട്ടുകൾ കത്തിയ നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും ആ റൂമിൽ അവശേഷിച്ചിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ യശ്വന്ത് ശർമ്മ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ, ആ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി ചേർത്തിട്ടുള്ള ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ഉന്നത സമിതിയെ കൂടി, 3 അംഗ ഉന്നത സമിതിയെ കൂടി സുപ്രീം കോടതി ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തു വരേണ്ടതുണ്ട്.
ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുവരെ ജുഡീഷ്യൽ ജോലികളിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം ഒരറിയിപ്പുണ്ടാകുന്നതുവരെ എന്തായാലും ജുഡീഷ്യൽ ജോലിയിൽ ഇദ്ദേഹം തുടരേണ്ടതില്ല എന്ന കാര്യമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഉണ്ടാവൂ ഇത് സംബന്ധിച്ച് ഇയാൾക്കെതിരെ നടപടി എടുക്കണമോ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നടപടിയാണ് ഇത്തരത്തിൽ ഒരു ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ ഉണ്ടായാൽ എടുക്കുന്നത് സാധാരണഗതിയിൽ. അത്തരത്തിലേക്ക് പോകണമോ എന്നുള്ളതൊക്കെ തന്നെയും ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും ഇതിൽ അന്വേഷണം മുന്നോട്ട് പോകണം. ഒരു കൃത്യമായ അന്വേഷണം വേണം. പ്രത്യേകിച്ചും ജുഡീഷ്യറി ഒക്കെ തന്നെയും അവരെയും ഇത്തരം അഴിമതി സംഭവങ്ങളിലേക്ക് ജുഡീഷ്യറിയും വരുന്നതിനെ പിന്നാലെ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ഥിരത അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജുഡീഷ്യറിയുടെ സ്ഥിരത അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എന്തായാലും ഒരു കൃത്യമായ അന്വേഷണം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനിഷ. ശരി, സ്വാതി സന്തോഷാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.